ബേപ്പൂർ എംഎൽഎ മുഹമ്മദ് റിയാസ് നിപ്പ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ ഫോൺ വിളിക്കാൻ അനുവദിക്കുന്നില്ല എന്നുമാണ് റിയാസ് പറയുന്നത്. അത് എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ അവിടുന്ന് കൺട്രോൾ റൂമിൽ നിന്ന് അവിടെ ഈ പ്രദേശത്തുള്ള ഒരാളെ വിളിക്കുമ്പോൾ, ഈ രോഗം എന്നുള്ള ആളല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് വിളിക്കുമ്പോൾ ഞാനും കൂടി സംസാരിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ട്, സർക്കാരുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയാൻ സർക്കാരും കൂടല്ലേ, എല്ലാവർക്കും കൂടല്ലേ. അപ്പം അത് വേണ്ടെന്ന് പറയുന്നത് സങ്കുചിതമായ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായി. ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. മന്ത്രി ഓഫീസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു, എന്താ വെച്ചാൽ മന്ത്രി അടിയന്തര ഇടപെടണം. ഒരു രണ്ടാളെ വിളിക്കുമ്പോൾ ഞാനും കൂടി അവിടെ ഇരുന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA അല്ലേ, ഇതിലിപ്പോൾ വേറെ പ്രയാസമൊന്നുമില്ല, വേറെ ഒന്നും തെറ്റായിട്ടൊന്നും പറയാനോ കേൾക്കാനല്ലല്ലോ. അതുപോലെ അതിൻ്റെ ഒരു വ്യക്തമായ വിവരം തരണ്ടേ, വ്യക്തമായൊരു വിവരം. എന്തുകൊണ്ട് കണ്ടെയ്ൻമെൻറ്റ് സോണില്ല, അതെങ്ങനെയാണ്, എന്താണ്. ഇതിപ്പോൾ ഈ നമ്പർ 100 ആളെ നമ്പർ നമ്മളടുത്ത് ആരടുത്തും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കിപ്പോൾ MLA ഓഫീസിലിരുന്ന് വിളിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നിരുന്ന് വിളിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത, നമ്മൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, സർക്കാരും MLAയും എല്ലാവരും ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പാടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവരോട് ഇവർ പറഞ്ഞ് മുൻകാലങ്ങളിൽ അങ്ങനെ വിളിച്ചിട്ടില്ല, 2016 മുതൽക്ക് ഇങ്ങോട്ടുള്ള അറിയാത്തയാണ് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചിട്ടുണ്ട്, അതിൽ ആലോചിച്ചിട്ടിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. വിവരങ്ങളുമായി റിയാസ് KMR നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും ബേപ്പൂർ MLAയുടെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടത്. മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചത്? എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രവർത്തനങ്ങൾ പാടിയെന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് PM മുഹമ്മദ് റിയാസ് കോഴിക്കോട് കളക്ടറേറ്റിലെ നിപ കൺട്രോൾ റൂമിൽ എത്തുകയും നിപ കൺട്രോൾ റൂമിൽ എത്തിയ അദ്ദേഹം ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുമായി സംസാരിക്കാൻ അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലെല്ലാം തന്നെ താൻ ഉൾപ്പെടെ ജനങ്ങളുമായി സമ്പർക്ക പട്ടികയിലുള്ളവരുമായി അവർക്ക് ആശ്വാസം നൽകാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് കൺട്രോൾ റൂമിൽ വെച്ച് എന്ന കാര്യം മുൻ മന്ത്രി കൂടിയായ PM മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അത്തരമൊരു കീഴ്വഴക്കമില്ല എന്ന് പറഞ്ഞാണ് ആ ആവശ്യം അധികൃതർ നിരാകരിച്ചത്. ഇതോടുകൂടിയാണ് ബേപ്പൂർ MLA കൂടിയായിട്ടുള്ള PM മുഹമ്മദ് റിയാസ് ഈ നിപ കൺട്രോൾ റൂമിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഏറെ നേരം അദ്ദേഹം കുത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യം ഫലം കണ്ടില്ല. ആ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കില്ല, നിപയെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. സർക്കാർ സംവിധാനങ്ങൾ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തിയിട്ടില്ല, കോഴിക്കോടിന് പ്രത്യേകമായ ഒരു DMO പോലുമില്ല. മാത്രമല്ല ഇത് നിയന്ത്രിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർക്ക് അടക്കം വീഴ്ച സംഭവിച്ചു. ആരോഗ്യവകുപ്പിനും ആരോഗ്യമന്ത്രിക്കും അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ കൂടി PM മുഹമ്മദ് റിയാസ് ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിലുള്ള നിപ കൺട്രോൾ റൂമിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുകയാണ്. അദ്ദേഹം ഇവിടെ ഈ നിപ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് കോഴിക്കോട് ജില്ലയുടെ ചുമതല കൂടിയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഇപ്പോൾ കളക്ടറേറ്റിൽ നിപ കൺട്രോൾ റൂമിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും നിപ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ബേപ്പൂർ MLA മുഹമ്മദ് റിയാസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ഫലം കണ്ടില്ല, അദ്ദേഹം പിൻവാങ്ങുകയായിരുന്നു. കൂടാതെ തന്നെ സർക്കാരിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസും പറയുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ ഫോണിൽ വിളിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു MLA മുഹമ്മദ് റിയാസ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് അദ്ദേഹം സ്വയം പിൻവാങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഫലം കണ്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.